എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകൾ വിലയിരുത്തുക, ശരിയായവ തിരഞ്ഞെടുക്കുക. അല്ലെ, നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ നദികൾ. അല്ലെ, നോക്കൂ, കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ശരിയായവ നമ്മളോട് തിരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഏതാണ് ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവന? ഓക്കെ അല്ലെ, ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. അല്ലെ, 4 മാത്രം. നമുക്ക് നോക്കാം. അല്ലെ, കേരളത്തിൽ ആകെ നദികൾ എത്ര എണ്ണം ഉണ്ട്? 41. ശരിയാണോ? ശരിയല്ല. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികൾ ഉണ്ട്. അല്ലെ, 41 എന്താണ്? കേരളത്തില് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് ഇത് 41 എണ്ണം എന്ന് പറയുന്നത്. അല്ലെ, അടുത്ത പ്രസ്താവന നോക്കൂ. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 4 ആണ്. അതും തെറ്റാണ്. എത്ര എണ്ണമാണ്? 3 എണ്ണമാണ്. അല്ലെ, കേരളത്തില് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണത്? കബനി, ഭവാനി, പാമ്പാർ. അല്ലെ, ഇതാണ് ഈ 3 നദികളാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികള്. നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് തിരുവനന്തപുരം. ശരിയാണോ? അതും തെറ്റാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. എത്ര നദികളുണ്ട്? കാസർഗോഡാണ്. എത്ര നദികളാണ്? 12 നദികൾ ട്ടോ. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്. 12 നദികളുണ്ട്. ഓക്കെ അല്ലേ? തിരുവനന്തപുരം അല്ല, തെറ്റാണ്. അടുത്ത നോക്കൂ, കേരളത്തിലെ നദികൾ ഒഴുകുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. അതാണ് ശരിയായ പ്രസ്താവന. ഓക്കെ അല്ലേ? ഓപ്ഷൻ 4 മാത്രമാണ് ഈ 4 പ്രസ്താവനകളിൽ നിന്നും ശരിയായത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. കേരളത്തിലെ നദികളും അവയുടെ പ്രാചീന നാമങ്ങളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. അല്ലെ, നദികളും അവരുടെ അവ അറിയപ്പെട്ടിരുന്ന പഴയ പേരുമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയായ ജോഡി എന്ന് കണ്ടെത്തുക. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെട്ട നദിയാണ് ഭാരതപ്പുഴ. ശരിയാണോ? തെറ്റാണ്. ഏതാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെട്ട നദി? ഏതാണ്? അത് പെരിയാറാണ്. ഏതാണ്? പെരിയാറാണ്. അല്ലേ, പെരിയാറല്ലേ, ഭാരതപ്പുഴ അല്ല. ഇനി പേരാർ എന്നറിയപ്പെട്ട നദി ഏതാണ്? പേരാർ എന്നറിയപ്പെട്ട നദി അതാണ് എന്ത്? പേരാർ എന്നറിയപ്പെട്ട നദി പമ്പയല്ല, ഭാരതപ്പുഴയാണ് പേരാർ എന്ന് അറിയപ്പെട്ട നദി. ഓക്കെ, അടുത്തത് തലയാർ എന്നറിയപ്പെട്ട നദിയാണ് പാമ്പാർ. അത് ശരിയാണ്. അല്ലെ, തലയാർ എന്നറിയപ്പെട്ട നദിയാണ് ഏത്? പാമ്പാർ. ഇനിയോ, ബാരിസ് എന്നറിയപ്പെട്ട നദിയാണ് പെരിയാർ. ശരിയാണോ? പണ്ട് കാലത്ത്, പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി പെരിയാർ അല്ല, ഏതാണ്? പമ്പ ആണ്. പമ്പയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരില് അറിയപ്പെട്ടത്. അല്ലെ, പണ്ട് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതായിരുന്നു? ചൂർണി എന്നറിയപ്പെട്ട നദിയാണ് പെരിയാർ. ബേപ്പൂർ പുഴ ഏതാ? ബേപ്പൂർ പുഴ ചാലിയാറാണ്. ബേപ്പൂർ പുഴ എന്ന് അറിയപ്പെട്ട നദി. അല്ലെ, കരിമ്പുഴ ഏതാ? കരിമ്പുഴ, കടലുണ്ടിപ്പുഴ, ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാ നദി. ഇനിയോ, ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് കണ്ണാടിപ്പുഴ. മഞ്ഞ നദി എന്നറിയപ്പെടുന്ന പുഴ ഏതാ? കുറ്റ്യാടി. അല്ലെ, ഇതൊക്കെയല്ലേ പണ്ടത്തെ പേരുകൾ. അത് പ്രാചീന കാലത്ത് നദികൾ അറിയപ്പെട്ടിരുന്ന പേരും ഇപ്പോഴത്തെ പേരുമാണ് കൊടുത്തിരുന്നത്. അവയിലെ ശരിയായ ജോഡി അപ്പൊ ഏത് മാത്രമാണ്? ഓപ്ഷൻ ഡി ആണ്. 3 മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പെരിയാറിനെ സംബന്ധിച്ച ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. പെരിയാറുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? വേഗം ഒന്ന് നോക്കി ആൻസർ പറഞ്ഞേ.
ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. ശരിയാണോ? ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ. ആണോ? ശരിയാണോ? ശരിയാണ്. അടുത്തത് നോക്കൂ. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് ഏത്? പെരിയാർ. ആണോ? അല്ല. ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് പെരിയാറല്ല, ഭാരതപ്പുഴ. ഏതാണ്? ഭാരതപ്പുഴയാണ് കേട്ടോ. ഉരുക്കു തടയണ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഓർമ്മ വരണം? ഭാരതപ്പുഴയാണ് എന്ന് ഓർമ്മ വരണം. ആലുവ പുഴ എന്നും അറിയപ്പെടുന്നു. ഏതാണ് ആലുവ പുഴ? പെരിയാർ തന്നെയാണ് ആലുവ പുഴ എന്നും അറിയപ്പെടുന്നത്. അല്ലേ? അപ്പൊ ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം? കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 1ഉം 2ഉം 4ഉമാണ്. അപ്പൊ പെരിയാറിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരിയുത്തരം. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ എവിടെയാണ്? അത് ഭാരതപ്പുഴയിലാണ്. അല്ലെ? അത് മാത്രല്ല, ഇനി എന്താ പെരിയാറിനെ പറ്റി പറയാനുള്ളത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? പെരിയാറ്. അല്ലെ? അതായത് 244 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. അത് മാത്രല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി കൂടിയാണ് ഇത്. അല്ലെ? അത് മാത്രല്ല, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഇത്. അല്ലെ? ഓക്കെ അല്ലേ? അപ്പൊ പെരിയാറിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന സൂചനകൾ പരിശോധിച്ച് കേരളത്തിലെ ഏത് നദിയാണ് എന്ന് തിരിച്ചറിയുക. ഓക്കെ, ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ഇത് എന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ് സൂചനകൾ? തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദിയാണ്. ഇതിന്റെ ഉത്ഭവസ്ഥാനം പുളിച്ചിമല. മാരമൺ കൺവെൻഷൻ നടക്കുന്ന നദീ തീരമാണ് ഇത്. ഏത് നദിയെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് ഈ പറയുന്നത്? ഏത് നദിയാണ്? ഭാരതപ്പുഴയാണോ? പമ്പയാണോ? ചാലിയാറാണോ? നെയ്യാറാണോ? ഏതാണ് ശരി ഉത്തരായിട്ട് വരുന്നത് ഇതില്? ഏതാണ് ശരി ഉത്തരായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. പമ്പാ നദിയാണ് അല്ലെ? തിരുവിതാംകൂറിന്റെ ജീവനാഡിയാണ് അല്ലെ? അത് മാത്രല്ല, പമ്പാ നദിയുടെ നീളം എത്രയാ? 176 കിലോമീറ്റർ ആണ്. കേരളത്തിലെ നീളം കൂടിയ 3ാമത്തെ നദിയാണ് ഏത്? പമ്പ. അല്ലെ? ചെറുകോൽ പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന നദീതീരം കൂടിയാണ് ഇത്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുട്ടനാട്. ഓർമ്മയുണ്ടോ? ഏതാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത്? കുട്ടനാടാണ്. അല്ലേ? അപ്പൊ പമ്പ നദിയെ പറ്റിയിട്ട് കുറെ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്ത ചോദ്യത്തിലോട്ട് പോവാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവ സ്ഥലങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. അവയെ ശരിയായി യോജിപ്പിച്ച് ചേർക്കുക. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവ സ്ഥാനവുമാണ് തന്നിരിക്കുന്നത്. ശരിയായി ജോഡി ചേർക്കുക. അല്ലെ? ഏതാണ്? പെരിയാർ ആനമലയാണ്. ഭാരതപ്പുഴ തൊണ്ടാർമുടി. ചാലിയാർ ശിവഗിരിമല. കബനി ഇളമ്പലേരിക്കുന്ന്. അല്ലെ? ഇത് ശരിയായ ജോഡിയല്ല. ഏതാണ് ശരിയായ ജോഡി എന്ന് കണ്ടുപിടിക്കണേ. ഏതാണ് ഇവിടെ ശരി ഉത്തരായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണോ? ബി ആണോ? സി ആണോ? ഡി ആണോ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരായിട്ട് വരുന്നത്. അല്ലെ? ഓപ്ഷൻ എ ആണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ശരിയല്ലേ? ഓപ്ഷൻ എ അല്ലേ? അതാണ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നത് അല്ലേ? ഓക്കെ, സോറി കേട്ടോ. എയും ഡിയും സെയിം. അപ്പൊ എ പറഞ്ഞവരും ഡി പറഞ്ഞവരും ഒക്കെ ശരി തന്നെ കേട്ടാ. അപ്പൊ ഏതാണ്? പെരിയാർ എവിടെയാണ്? പെരിയാർ ശിവഗിരി മലയാണ്. അല്ലെ? പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ശിവഗിരി മലയാണ്. ഇനിയോ ഭാരതപ്പുഴ ഏതാ? ഭാരതപ്പുഴ ആനമല. അല്ലെ? ചാലിയാർ ആണ് ഇളമ്പലേരിക്കുന്ന്. ഓക്കെ അല്ലേ? കബനി എവിടെയാണ്? കബനി തൊണ്ടാർമുടിയാണ്. കബനി എവിടെയാണ്? തൊണ്ടാർമുടിയാണ്. ഓക്കെ, ഓപ്ഷൻ ഡിയും ഒന്നാണ് അല്ലേ? ഓക്കെ, സോറി കേട്ടോ, ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണേ, ക്ഷമിക്കണേ.
ഓക്കെ അല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ആരും തെറ്റിക്കില്ലല്ലോ. എവിടെ അപ്പൊ പെരിയാർ എവിടെയാണ്? പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ഏതാണ്? പെരിയാർ ശിവഗിരി മല അല്ലെ, തെറ്റിക്കരുത്. അതുപോലെ ഭാരതപ്പുഴ എവിടെയാണ്? ഭാരതപ്പുഴ ആനമലയാണ്. ചാലിയാർ എവിടെയാണ്? ചാലിയാർ ഇളമ്പലേരിക്കുന്ന്. കബനി എവിടെയാ? കബനിയാണ് തൊണ്ടാർമുടി അല്ലെ. ഇനി ചാലക്കുടി പുഴ എവിടെയാ? ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ചാലക്കുടി പുഴ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വേഗം വായിക്കുക. അതിൽ നിന്ന് തെറ്റായ പ്രസ്താവന മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, തെറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയേ. ഓക്കെ അല്ലേ? അടുത്തത് നോക്കൂ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് പ്രസ്താവന എന്താ കൊടുത്തിരിക്കുന്നത്? ആദ്യത്തെ, കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലെ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നു ഭാരതപ്പുഴ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെമ്പൂക്കാവ് ആണ്. ആണോ? ചെമ്പൂക്കാവിലാണോ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്? അല്ല, തെറ്റാണ്. ചെറുതുരുത്തിയിലാണ്. എവിടെയാണ്? ചെറുതുരുത്തി. കേരള കലാമണ്ഡലം എവിടെയാണ്? ചെറുതുരുത്തിയിലാണ് അല്ലെ. ചെറുതുരുത്തിയില് ആണ്. കേരള കലാമണ്ഡലം എവിടെയല്ല? ചെമ്പൂക്കാവ് അല്ല. അടുത്ത പ്രസ്താവന നോക്കൂ, ചങ്ങമ്പുഴയുടെ കുറ്റിപ്പുറം പാലം എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. കുറ്റിപ്പുറം പാലം ആരുടെ കവിതയാണ്? ചങ്ങമ്പുഴയുടേതല്ല. ആരുടെയാണ്? ഇടശ്ശേരി അല്ലെ. ഇടശ്ശേരിയുടെ കവിതയായ കുറ്റിപ്പുറം പാലം എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നദിയാണേത്? ഭാരതപ്പുഴ. അടുത്തത്, നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പി കുഞ്ഞിരാമൻ നായരാണ്. പി കുഞ്ഞിരാമൻ നായർ എന്താണ്? നിളയുടെ കഥാകാരൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ഏതാണ് ശരി ഉത്തരം? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? MT ആണ്. നിളയുടെ കവിയാണ് ആര്? പി കുഞ്ഞിരാമൻ നായർ. അപ്പോ ഈ താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? 2 തെറ്റാണ്, 3 തെറ്റാണ്, 4 തെറ്റാണ് അല്ലെ. 2ഉം 3ഉം 4ഉം തെറ്റായ പ്രസ്താവന. 1 മാത്രമാണ് ശരിയായ പ്രസ്താവന. അടുത്ത ചോദ്യം, വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ലഹള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലെ, വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു ലഹള ഏത് നദിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നദിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് നദിയാണ് വായു ജല മലിനീകരണത്തിനെതിരെ? കുറെ പേര് ആൻസർ പറഞ്ഞു. രാഷിദ, ശാലിനി, ലിജി. ശരി ഉത്തരാണ് ഓപ്ഷൻ ബി ആണ്, ചാലിയാർ. ചാലിയാർ നമ്മൾ പഠിച്ചിട്ടില്ലേ? നോക്കൂ, ചാലിയാറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ ഒരു ലഹള നടന്നത് അത് ഏത് നദിയുടെ പേരിലാണ്? ചാലിയാറിൻ്റെതാണ് അല്ലെ. ചാലിയാറിന്റെ ആകെ നീളം എത്രയാ? 169 കിലോമീറ്റർ ആണ്. കേരളത്തിലെ നീളം കൂടിയ 4ാമത്തെ നദിയാണ് ചാലിയാറ്. അത് മാത്രമല്ല, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ ഒരു നദി കൂടിയാണ് ഏത്? ചാലിയാർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. ആരാണ് ഇനി ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്? KA റഹ്മാൻ ആണ് അല്ലെ. ഇതിന് കാരണമായ ഫാക്ടറിയാണ് ഗ്വാളിയർ റയോൺസ് അല്ലെ. നമ്മള് CRT പറയുകയാണെന്നുണ്ടെങ്കിലും +2 അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലെ സയൻസിലൊക്കെ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് അല്ലെ. സോഷ്യൽ സയൻസിന്റെ ഭാഗങ്ങളിലൊക്കെ വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ലഹള ചാലിയാറുമായി ബന്ധപ്പെട്ടതാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഗ്വാളിയർ റയോൺസ് ആണ്. ഇതൊക്കെ നമ്മൾ അന്നേ പഠിച്ച കാര്യങ്ങളായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുക്കുക, ഓർത്തെടുക്കുക. അപ്പൊ കേരളത്തിലെ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ലഹള ഏതു നദിയുമായി ബന്ധപ്പെട്ടതാണ്? ചാലിയാർ ആണ്, തെറ്റിക്കരുത്. അടുത്തത്, ശരിയായി യോജിപ്പിച്ച് ചേർക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയെ ശരിയായി യോജിപ്പിക്കുക. ഓക്കെ അല്ലേ? ഏതൊക്കെയാണല്ലോ ശരിയായ ജോഡി?
മലബാർ മാനുവൽ, ഗുരുസാഗരം, നാടൻ പ്രേമം, നിളയും കടന്ന്. ഇതിൽ ഏതാണ് ശരിയായ ജോഡി? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം അല്ലെ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരായിട്ട് വരുന്നത് അല്ലെ. മലബാർ മാനുവൽ കോരപ്പുഴയാണ്. അത് മാത്രല്ല ഗുരുസാഗരം ഏതാണ്? ഗുരുസാഗരം തൂതപ്പുഴയാണ്. നാടൻ പ്രേമം ഇരുവഴിഞ്ഞിപ്പുഴയാണ്. അതുപോലെ നിളയും കടന്ന് ഏതാണ്? ഭാരതപ്പുഴ അല്ലെ. ഉറപ്പല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ജോഡി കണ്ടെത്തുക. കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. വെള്ളച്ചാട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവർ സ്ഥിതി ചെയ്യുന്ന ജില്ലയുമാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഏതൊക്കെയാണ്? മീൻമുട്ടി തിരുവനന്തപുരം. പാലരുവി ശരിയല്ലേ? മീൻമുട്ടി എവിടെയാ? തിരുവനന്തപുരത്താണ്. പാലരുവി കൊല്ലത്താണ്. തൂവാനം ഇടുക്കിയിലാണ്. ആട്ട്യൻപാറ മലപ്പുറത്താണ്. അപ്പൊ ഏതാണ് ഇതിൽ ശരി ഉത്തരായിട്ട് വരുന്നത്? എല്ലാം ശരിയാണ് അല്ലെ. മീൻമുട്ടി, അതുപോലെ തന്നെ പാലരുവിയും തൂവാനം ആട്ട്യൻപാറ ഇതെല്ലാം എന്താണ്? മീൻമുട്ടി തിരുവനന്തപുരത്താണ്, പാലരുവി കൊല്ലത്താണ്, തൂവാനത്താണ്, ഇടുക്കി ആട്ട്യൻപാറ മലപ്പുറത്താണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഓക്കെ, 10ാമത്തെ ചോദ്യം. തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഏതാണ്? നെയ്യാറാണോ? മഞ്ചേശ്വരം പുഴയാണോ? മയ്യഴിപ്പുഴയാണോ? ചന്ദ്രഗിരി പുഴയാണോ? ഏതാണ് ശരി ഉത്തരായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മഞ്ചേശ്വരം പുഴ അല്ലെ. മഞ്ചേശ്വരം പുഴയാണ് ശരിയായ ഉത്തരം. തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ് അല്ലെ. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? 16 കിലോമീറ്റർ ആണ് അല്ലെ. മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി എന്നൊരു ഒരു പ്രശസ്തി, അല്ലെങ്കിൽ വടക്കേ അറ്റത്തെ നദി ഏതാന്ന് ചോദിച്ചാലും അതും ഏത് തന്നെയാണ്? മഞ്ചേശ്വരം പുഴ തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ഓക്കെ ആണ്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തെരഞ്ഞെടുക്കുക അല്ലെ. ഇത് എന്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്? വേഗം വായിച്ചോളൂ. താഴെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് ശരി എന്ന് മാത്രം പറയുക. പ്രസ്താവനകൾ നോക്കൂ. അനാരോഗ്യ ജീവിത ശൈലി രീതികൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളെയാണ് ജീവിത ശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. വളരെ ശരിയാണ് അല്ലെ. നമ്മൾ ഇന്ന് നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തുകൊണ്ടാണ്? നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് കൊണ്ട് അല്ലെ. അനാരോഗ്യ ജീവിത ശൈലി കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് ആ പേരെന്നെ ഇട്ടിരിക്കുന്നത്, ജീവിത ശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അടുത്ത പ്രസ്താവന നോക്കൂ. 2006 ജീവിത ശൈലി നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് അല്ലെ. 2006 തെറ്റാണ്. 2005 ജീവിത ശൈലി രോഗ നിർണയ പദ്ധതി ആരംഭിച്ചത്. ജീവിത ശൈലി രോഗ നിർണയ പദ്ധതി ആരംഭിച്ചത് 2005 6 അടുത്തത് നോക്കൂ. പക്ഷാഘാതം, അമിതവണ്ണം, ഹൃദയാഘാതം മുതലായ രോഗങ്ങൾ ജീവിത ശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ശരിയാണോ? ശരിയാണ്. ഹൃദയമാണേ. ഓക്കെ, അടുത്തത്. വ്യായാമക്കുറവ്, പുകവലി, മദ്യപാനം തുടങ്ങിയവയുടെ ഉപയോഗം ജീവിത ശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നു. ശരിയാണോ? അതും ശരിയായ പ്രസ്താവന. ഏതാണ് ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം? ഏതാണ്? 1, 3, 4 ശരി അല്ലെ. 1, 3, 4 ശരി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ് അല്ലെ. 2006 2005 അത് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി അല്ലെ. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഈ രോഗം ഏതാണെന്ന് തിരിച്ചറിയുക. ഈ രോഗം ഏതാണെന്ന് തിരിച്ചറിയണേ. ഏതാണ്? സൂചനകൾ നോക്കൂ. ഒരു ജീവിത ശൈലി രോഗമാണ് ഇത്. ആഗ്നേയ ഗ്രന്ഥികളിൽ ആവശ്യമായ അളവിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന രോഗം. ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി അല്ലേ. ഈ രോഗം കണ്ണിനെ ബാധിക്കുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടും
അറിയപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പറഞ്ഞത് ഏതാണ് നമ്മുടെ ശരി ഉത്തരം? പ്രമേഹമാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. പ്രമേഹമാണ് അല്ലെ? പ്രമേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിതശൈലി രോഗമാണ്. അത് മാത്രല്ല ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന ഒരു രോഗം കൂടിയാണ് ഏത്? പ്രമേഹം എന്ന് പറയുന്നത് അല്ലെ? രണ്ടു തരത്തിലുണ്ട് പ്രമേഹം. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ആഗ്നേയ ഗ്രന്ഥികളിൽ ആവശ്യമായ അളവിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ടൈപ്പ് 1 പ്രമേഹം അല്ലെ? ടൈപ്പ് 1 പ്രമേഹമാണ്. ആഗ്നേയ ഗ്രന്ഥികളിൽ ആവശ്യമായ അളവിൽ ഇൻസുലിന്റെ ഉൽപാദനം നടക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ടൈപ്പ് 1. ഇത് ആരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്? കുട്ടികളിലും യുവാക്കളിലുമാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇനി ടൈപ്പ് 2 എന്താണ്? ഇത് ഇൻസുലിൻ നിരാശ്രിത രോഗം എന്നാണ് അറിയപ്പെടുന്നത്. ടൈപ്പ് 2 പ്രധാനമായിട്ടും പ്രായമായ ആൾക്കാരെയാണ് ബാധിക്കുന്നത്. ടൈപ്പ് 2 ആരെ ബാധിക്കുന്നു? പ്രധാനമായിട്ടും പ്രായമായിട്ടുള്ള ആളുകളെയാണ് ടൈപ്പ് 2 പ്രമേഹം ബാധിക്കുന്നത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഏത്? പ്രമേഹം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയുത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ വിലയിരുത്തുക. താഴെ കുറച്ച് പ്രസ്താവനകൾ വേഗം ഓടിച്ച് വായിച്ചോ. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് കണ്ടെത്തുക. ഏതാണ് തെറ്റായ പ്രസ്താവന? നോക്കൂ, കരളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. ഇത് ശരിയാണ്. ശരിയല്ലേ? ശരിയാണ്. ഇതും ഈ ഫാറ്റി ലിവറും എന്താണ്? ഒരു ജീവിത ശൈലി രോഗത്തിനുള്ള ഒരു ഉദാഹരണമാണ് അല്ലേ ഫാറ്റി ലിവർ? കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ അല്ലേ? സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം. ആണോ? സന്ധികളെ ബാധിക്കുന്ന രോഗമാണോ പക്ഷാഘാതം? അല്ല, അത് തെറ്റാണ്. സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗം ഏതാണ്? അത് ആർത്രൈറ്റിസ് ആണ്. പക്ഷാഘാതമല്ല, ആർത്രൈറ്റിസ് ആണ് ആ രോഗം. പക്ഷാഘാതം അല്ല ട്ടോ. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് ഹൃദയാഘാതം. ശരിയാണോ? അല്ല. ഏതാണ്? അമിത രക്തസമ്മർദ്ദമാണ്. അമിത രക്തസമ്മർദ്ദമാണ് നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം. ആണോ? ഇതും ഒരു പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗം ആണ്. ശരീരത്തിലെ അഡിപ്പോസ് ടിഷ്യുവിന്റെ അസാധാരണമായ വളർച്ചയാണ് അതിറോസ്ക്ലിറോസിസിന് കാരണം. ശരിയാണോ? തെറ്റാണ്. ശരീരത്തിലെ അഡിപ്പോസ് ടിഷ്യുവിന്റെ അസാധാരണമായ വളർച്ചയാണ് അമിതവണ്ണത്തിന് കാരണമാകുന്ന. അതിറോസ്ക്ലിറോസിസ് അല്ല. എന്താണ്? അമിതവണ്ണമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവന? ഏതൊക്കെയാണ് ഇതില്? ഓപ്ഷൻ ഡി ആണ്. 2, 3, 4 ഈ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയുത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് രക്തനിവേശനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അല്ലെ? ചുവടെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ രക്തനിവേശനം, നമ്മൾ ബ്ലഡ് ഡൊണേഷൻ കേട്ടിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ മാത്രം പറഞ്ഞാൽ മതി. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം അല്ലേ? അടുത്തത്, എല്ലാ മാസവും നമുക്ക് രക്തം ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? എല്ലാ മാസവും രക്തം ദാനം ചെയ്യേണ്ടത് വേറെന്തെങ്കിലോ അല്ലെ? എങ്ങനെയാണ്? 3 മാസം കൂടുമ്പോഴാണ് രക്തം ദാനം ചെയ്യാൻ പറ്റുന്നത്. അടുത്തത്, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കും രക്തം ദാനം ചെയ്യാവുന്നതാണ്. പറ്റുമോ? ഇല്ല. പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഗർഭിണികൾക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്ക് എന്തിന് പറ്റില്ല? രക്തം ദാനം ചെയ്യാനായിട്ട് പറ്റില്ല. അതും തെറ്റായ പ്രസ്താവനയാണ്. അടുത്തത്,
രക്തത്തിലൂടെ പകരുന്ന രോഗമുള്ളവർക്ക് രക്തം ദാനം ചെയ്യരുത്. ശരിയാണോ? അത് ശരിയാണ് അല്ലെ. അതായത് രക്തത്തിലൂടെ പകരുന്ന ഏതെങ്കിലും രോഗത്തിന് അടിമപ്പെട്ടവരാണ് എങ്കിൽ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? രക്തം കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഉറപ്പല്ലേ? അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരി തെറ്റായ പ്രസ്താവന? ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. 2ഉം 3ഉം തെറ്റാണ്. ഉറപ്പല്ലേ? അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടുത്തുന്ന വസ്തുതകൾ ഏതെല്ലാമാണ്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് കണ്ടിട്ടില്ലേ? ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെ എന്ത് കണ്ടിട്ടുണ്ട്? അതിലൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് FAB എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെ. എന്താണ് ആ FAB? ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടുന്ന വസ്തുതകൾ? വേഗം നോക്കി ആൻസർ പറയൂ. ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ? ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ D ആണ് നമ്മുടെ ശരി ഉത്തരം അല്ലെ. ഏതൊക്കെയാണ്? ആന്റിസെപ്റ്റിക് ലോഷൻ ഉണ്ടാകും, സോപ്പ് ഉണ്ടാവും, കത്രിക ഉണ്ടാവും, പ്ലാസ്റ്റർ ഉണ്ടാകും, അയഡിൻ ബെൻസോയേറ്റ്, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായാല് അത് കഴുകാനും തുടയ്ക്കാനും ബാൻഡേജ് ഒക്കെ ഉണ്ടാകും. തെർമോമീറ്റർ, സ്റ്റെതസ്കോപ്പ് ഒക്കെ ഉണ്ടാവോ? ഇതൊക്കെ FAB വെക്കേണ്ട സാധനങ്ങളാണോ? അല്ല. അപ്പൊ ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? 1ഉം 2ഉം 3ഉം ആണ് അല്ലെ. പ്രഥമ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുറിവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓടിച്ചെന്ന് ഹോസ്പിറ്റലിൽ എത്തുന്ന ആ ഒരു ഗ്യാപ്പിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള സംവിധാനങ്ങളാണ് ഈ പറയുന്ന FA ബോക്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അതിൽ ഏതൊക്കെ ഉൾപ്പെടും? ആന്റിസെപ്റ്റിക് ക്രീം ഉൾപ്പെടുത്താം, ഒരു വൈപ്പിംഗ് തുണി നമുക്ക് ഉൾപ്പെടുത്താം, ബെർണോൾ ഉൾപ്പെടുത്താം, പഞ്ഞി, പ്ലാസ്റ്റർ, അത് മാത്രമല്ല കഴുകാനുള്ള തുണികൾ, ഇതെല്ലാം നമുക്ക് ഇതിന്റെ ഭാഗമാക്കാം. തെർമോമീറ്ററും സ്റ്റെതസ്കോപ്പും ഒന്നും എന്തിൽ വെക്കില്ല? ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത് അല്ല. ഓപ്ഷൻ D ആണ് നമ്മുടെ ശരി ഉത്തരം.